അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഡൈ ഇലക്ട്രിക്സിനെ കുറിച്ചും പോളറൈസേഷനെ കുറിച്ചിട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റേഴ്സ് നമുക്കറിയാം എന്താണ്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അലോ ചെയ്യാത്തവരാണ് ഇൻസുലേറ്റേഴ്സ് അല്ലേ. നമ്മളെപ്പോഴും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട്, വയേഴ്സിനൊക്കെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അവരിൽ നിന്ന് കറണ്ടിൻ്റെ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് കാരണം നമുക്കൊരു ഷോക്ക് അടിക്കാതിരിക്കാൻ അല്ലേ. അപ്പോൾ ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നില്ല, അവരെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, അവരെ നമുക്ക് കറണ്ടിൻ്റെ ഫ്ലോ തടയേണ്ട സ്ഥലത്തൊക്കെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇവരെ തന്നെ നമുക്ക് എങ്ങനെ വിളിക്കാം, ഡൈ ഇലക്ട്രിക്സ് എന്നും വിളിക്കാം. ഇവരെ രണ്ട് തരത്തിലാണ് കേട്ടോ. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൽ നമുക്ക് രണ്ട് തരത്തിലായിട്ട് പറയാം. അതാണ് ഒന്ന് നോൺ പോളാർ ഡൈ ഇലക്ട്രിക്കും ഒന്ന് പോളാർ ഡൈ ഇലക്ട്രിക്കും. ഓക്കെ, അപ്പോൾ ഡൈ ഇലക്ട്രിക്സിനെ തന്നെ നമുക്ക് എങ്ങനെ വിളിക്കാം, ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസസ് ആണ് ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് നോ ചാർജ് കാരിയേഴ്സ്. ഓക്കെ, കറണ്ട് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസ് നടക്കണമെങ്കിൽ ചാർജിനെ ക്യാരി ചെയ്യാൻ ആരെങ്കിലും വേണം, അവരിൽ ചാർജ് കാരിയേഴ്സ് ഇല്ല. ഇവരെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, പോളാർ മോളിക്യൂൾസ് ആയിട്ടും നോൺ പോളാർ മോളിക്യൂൾസ് ആയിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ അവരുടെ സെൻറ്റേഴ്സ്, ചാർജിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തില്ല, ഒരു ഡൈപോൾ മൊമെൻ്റ് ഇല്ല. എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ മാത്രം അവർക്ക് എന്തുണ്ട്, അവർക്കൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. എന്നാൽ പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ, ഓക്കെ, പോളാർ മോളിക്യൂൾസിൻ്റെ കേസിൽ അവർക്ക് എന്തുണ്ട്, അവർക്കൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. കാരണം എന്താണ്, അവരുടെ സെൻറ്റേഴ്സ് കോയിൻസൈഡഡ് അല്ല, അവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അതിൻ്റെ സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്തിരിക്കുകയല്ല, അവർക്കൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. എക്സാമ്പിളാണ് നമുക്ക് വാട്ടർ പറയാം, HCl പറയാം. ഇവിടെ നമുക്ക് എന്ത് പറയാം, എക്സാമ്പിൾസ് ആയിട്ട് നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ എക്സാമ്പിളാണ് H2, O2 ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവരുടെ ആ ഒരു ബിഹേവിയർ എന്നുള്ളത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ എന്താണ് ഡൈഇലക്ട്രിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് പോളാറായിട്ടും നോൺ പോളാറുമായിട്ടാണ് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ നോൺ പോളാർ ഡൈ ഇലക്ട്രിക്സ് എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫീൽഡിൽ ബിഹേവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലാത്ത പക്ഷം അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഈ സീറോ ആവുന്ന പക്ഷത്തിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമുക്കറിയാം അവരുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിൻ്റെ സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്തിരിക്കും അല്ലേ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിൻ്റെ സെൻറ്റർ ഇത്തരത്തിൽ കോയിൻസൈഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്, അവർ ഇത്തരത്തിൽ സെപ്പറേറ്റഡ് ആകുന്നു. ഓക്കെ, അവർ ഇത്തരത്തിൽ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അവരുടെ ആ സെൻറ്റേഴ്സ് സെപ്പറേറ്റഡ് ആവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, അവിടെ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എന്ത് ചെയ്യുന്നു, അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്തരത്തിൽ അവർ സെപ്പറേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ് ഇൻഡ്യൂസ്ഡ് ആവുന്നു. ഓക്കെ, അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഓരോ മോളിക്യൂൾസിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എന്താവുന്നു, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആഡ് അപ്പ് ഗിവിങ് എ നെറ്റ് ഡൈപോൾ മൊമെൻ്റ്. അതൊരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റിന് അവിടെ കാരണമായിട്ട് മാറുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് പോളാർ ഡൈഇലക്ട്രിക്സിൻ്റെ കേസാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത പക്ഷം അവർക്ക് എന്ത് സംഭവിക്കുന്നത്, റാൻഡം ആയിട്ടാണ് അവരുടെ ആ ഒരു ഡൈപോൾ മൊമെൻ്റ് എന്ത് ചെയ്തിരിക്കുക, അറേഞ്ച്ഡ് ആയിരിക്കുക. നോക്കിക്കേ, അവരുടെ സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ ചാർജസിൻ്റെ പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ കേസിൽ അവരുടെ ചാർജസിൻ്റെ സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്തൊന്നും തന്നെ ഇരിക്കുന്നില്ല. എന്നാലും എന്താണ് സംഭവിക്കുന്നത്, അത് ഇത്തരത്തിൽ റാൻഡം ആയിട്ട് ആയിരിക്കും അറേഞ്ച്ഡ് ആയിട്ടുണ്ടാവുക. കണ്ടോ, അത് പെർമനൻറ്റ് ഡൈപോൾസ്, അവരിലൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അവരുടെ പെർമനൻറ്റ് ഡൈപോൾസ് എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്തു, റാൻഡമായിട്ട് അറേഞ്ച് ആവുന്നു. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അവിടെ ഒരു ഫീൽഡ് വരുമ്പോഴത്തേനും അവരെ ഗൈഡ് ചെയ്യാനായിട്ട് അല്ലേ, അവർക്ക് ഒരു കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കാനായിട്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു, അവർ കറക്റ്റായിട്ട് അലൈൻഡ് ആവുന്നു. ഓക്കെ, അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്, ടോട്ടൽ ഡൈപോൾ മൊമെൻ്റ് സീറോ ആണ്. ഏത് കേസിലാണ് അതും കൂടി നമുക്ക് പറഞ്ഞു പോവാം. ഈ ഒരു കേസിൽ ഇവിടുത്തെ ടോട്ടൽ ഡൈപോൾ മൊമെൻ്റ് എന്താണ്, സീറോ ആണ്, റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന പക്ഷം വെൻ വി അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിവിജ്വൽ ഡൈപോൾ, ഓരോ ഡൈപോളും കണ്ടോ, ഓരോ ഡൈപോളും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിട്ട് അലൈൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് അവർക്ക് കൊടുത്തതാണ്, ഇൻഡ്യൂസ് ചെയ്തതാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ്. ഈ ഡിഫറെൻറ്റ് മോളിക്യൂളുടെ ഓരോ ഇൻഡിവിജ്വൽ ഡൈപോൾ മൊമെൻറ്റും ആഡപ്പ് ആയിട്ട് അതെന്താണ്, ഒരു നെറ്റ് ഡൈപോൾ മൊമെൻറ്റിൽ റിസൾട്ട് ചെയ്യുന്നത്, add up giving a net dipole moment. Okay,
ക്ലിയർ ആണല്ലോ ഇത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു പോളാർ ഡയലക്ട്രിക്സ് ആണെങ്കിലും നോൺ പോളാർ ഡയലക്ട്രിക്സിലാണെങ്കിലും എന്താണ് അവരിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് വോളത്തിൽ ഉണ്ടാകുന്ന എന്താണ് ഡൈപോൾ മൊമെന്റ്. ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോളറൈസേഷൻ എന്ന് വിളിക്കുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പി കൊണ്ടാണ്. അല്ലെങ്കിൽ പോളറൈസേഷൻ നമുക്ക് പറയാം ദ അലൈനിങ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അത് ഇൻഡ്യൂസ്ഡ് ഡൈപോളോ അല്ലെങ്കിൽ പെർമനന്റ് ഡൈപോളോ കാരണമുള്ളതാകാം. ദ അലൈൻമെന്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് ഡ്യൂ ടു ഇൻഡ്യൂസ്ഡ് ഓർ പെർമനന്റ് ഡൈപോൾസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഈ ഡൈപോൾ മൊമെന്റ് അലൈൻ ആവുന്നതിനെ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് വിളിക്കാം ഇലക്ട്രിക് പോളറൈസേഷൻ. ഓക്കെ, അപ്പോൾ പോളറൈസേഷനെ നമുക്ക് എങ്ങനെ പറയാം, കൈ ഇൻറ്റു ഇ. ഓക്കെ, കൈ എന്ന് പറയുന്നത് എന്താണ്, അത് അവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. എന്താണ് കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് സസെപ്റ്റബിലിറ്റി. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഐസോട്രോപിക് ഡയലക്ട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഐസോട്രോപിക് എന്ന് വെച്ചാൽ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഏത് ഡയറക്ഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അതിന് സെയിം ആയിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഡയലക്ട്രിക്സിൻ്റെ കേസിൽ നമുക്ക് പറയാം പോളറൈസേഷൻ എങ്ങനെയാണ്. പോളറൈസേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പോളറൈസേഷൻ ഇസ് ഈക്വൽ ടു കൈ ഇ. ഓക്കെ, ക്ലിയർ ആണോ എന്താണ് പോളറൈസേഷൻ എന്നുള്ളത്. അടുത്തത് നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ ഇലക്ട്രിക്. ഓക്കെ, അപ്പോൾ എന്താണ് പോളറൈസ്ഡ് ഡൈ ഇലക്ട്രിക് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ അവിടെ എന്ത് സംഭവിക്കും, ആ ഫീൽഡ് കാരണം അവിടെ പോളറൈസേഷൻ ഉണ്ട് അല്ലേ. ഫീൽഡ് ഓൾറെഡി അവിടെ യൂണിഫോം പോളറൈസേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പോളറൈസേഷൻ എന്നാൽ നമ്മുടെ ഡൈപോൾ മൊമെന്റ്സ് ഒക്കെ തന്നെ എങ്ങനെ അറേഞ്ച് ആവുന്നു, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ അലൈൻഡ് ആവുന്നതാണ് പോളറൈസേഷൻ. ഇനി ആ ഡൈ ഇലക്ട്രിക്കിൻ്റെ ഇൻസൈഡിൽ ഏതൊരു റീജിയൻ എടുത്താലും ഡൈ ഇലക്ട്രിക്കിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നെറ്റ് ചാർജ് എന്തായിരിക്കും, ആ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനിയോ പോസിറ്റീവ് ചാർജസ് റൈറ്റ് എൻഡിലും നെഗറ്റീവ് ചാർജസ് ലെഫ്റ്റ് എൻഡിലും ആ ഒരു ഡയലക്ട്രിക്കിൻ്റെ കേസിൽ അവിടെ പോളറൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ചാർജസിൻ്റെ തന്നെ പോസിറ്റീവ് സൈഡിൽ പോസിറ്റീവ് ചാർജിൻ്റെ റൈറ്റ് സൈഡിൽ അത് ക്യാൻസൽ ആവുന്നില്ല, നെഗറ്റീവ് ചാർജിൻ്റെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും അതിൻ്റെ ക്യാൻസലേഷൻസ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയായിരിക്കുന്നതെന്ന് കാണാം. ഇത്തരത്തിലായിരിക്കും അറേഞ്ച് ആയിരിക്കുക. പോളറൈസേഷൻ്റെ ഡയറക്ഷനാണ് ഇങ്ങോട്ട്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ആണ് -σp +σp. ഓക്കെ, ഇത്തരത്തിലാണ് അത് അറേഞ്ച് ആയിരിക്കുക. എന്താ പറയുന്നത്, പോസിറ്റീവ് ചാർജ് അതിൻ്റെ റൈറ്റ് എൻഡിൽ നിന്ന് ക്യാൻസൽ ആകാൻ പോകുന്നില്ല, നെഗറ്റീവ് ചാർജ് അതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്നും ക്യാൻസൽ ആകുക, അവർക്ക് ക്യാൻസലേഷൻസ് ഒന്നും തന്നെ നടക്കുന്നില്ല. ഇനിയോ ഈ ഒരു സർഫസ് ചാർജ് ഡെൻസിറ്റീസ് കാരണം അവിടെ ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും, അത് ഈ ഒരു എക്സ്റ്റേണൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഓൾറെഡി ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് കാരണമുള്ള മറ്റൊരു ഫീൽഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് പറ്റുന്നു, അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താവുന്നു, അവിടെ റെഡ്യൂസ്ഡ് ആകുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഈ ഒരു സർഫസ് ചാർജസ് -σp +σp അവരൊരു ഇന്റേണൽ ഫീൽഡ് എന്ന് പറയാം, ക്രിയേറ്റ്സ് ഇന്റേണൽ ഫീൽഡ് ഓപ്പോസിറ്റ് ടു ദ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്താണ്, റെഡ്യൂസ്ഡ് ആണ്. ഡൈഇലക്ട്രിക്കിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ്ഡ് ആണ്. നോക്കിക്കേ, E0 ആണ് അവിടുത്തെ എക്സ്റ്റേണൽ ഫീൽഡ്, നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന എക്സ്റ്റേണൽ ഫീൽഡ് എങ്കിൽ ഈ ഇന്റേണൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നോക്കിക്കേ, അപ്പോൾ ടോട്ടൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താവുന്നില്ല, ഒരു 0 വാല്യൂയിലേക്ക് എത്തുന്നില്ല, നോൺ സീറോ വാല്യൂ ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. എന്നാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അവിടെ എന്ത് സംഭവിക്കുന്നു, റെഡ്യൂസ്ഡ് ആകുന്നു. ഓക്കെ, മെറ്റൽസ് ആണ് എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു കണ്ടക്ടേഴ്സിലെ ചാർജ് ക്യാരിയേഴ്സ് മൂവ് ചെയ്യുന്നത് അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട് എന്താണ്, ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൺവെൻഷണൽ കറണ്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്, ഫ്രീ ചാർജസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഈ ഒരു റീ അറേഞ്ച്മെന്റ് കാരണം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു ഇന്റേണൽ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മെറ്റലിന്റെ ഉള്ളിൽ ഇന്റേണൽ ഫീൽഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഓപ്പോസിറ്റ് ആണ്, എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് എക്സ്റ്റേണൽ ഫീൽഡിനെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ഇത് അതിനുള്ളിലുള്ള ഫ്രീ ചാർജ് ക്യാരിയേഴ്സ് ആണ്. ചാർജ് ഡെൻസിറ്റി ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് സിഗ്മ എന്നുള്ളത്. E0 ആണ് എക്സ്റ്റേണൽ ഫീൽഡ്, ഇന്റേണൽ ഫീൽഡ് ഇത്തരത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇത് ഈ ഒരു ഇന്റേണൽ ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡിനെ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻസൈഡ് ആ മെറ്റലിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ എന്താ ചെയ്തത്, ആ ഒരു ഫീൽഡിൻ്റെ ടേംസിലായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ.
അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് എന്താണെന്നും കപ്പാസിറ്റൻസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, കപ്പാസിറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവാം, നമ്മുടെ ഫാന് അല്ലേ, ഫാനിൻ്റെ സ്പീഡൊക്കെ കുറയുമ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ അത് കറക്റ്റ് ആക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ പറയുണ്ടാവും കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതിയാകും. ഓക്കെ, എന്തുകൊണ്ടാണ് കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക? പിന്നെ എവിടെയാണ്, ഓക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചോളും. പിന്നെ എവിടെയാണ് കപ്പാസിറ്ററിൻ്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവുക? നമ്മൾ ക്യാമറ ഫ്ലാഷ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ആ ഒരു മൊമെന്റിലേക്ക് കുറേ അധികം ലൈറ്റ് എനർജി ആ ഒരു ഫ്ലാഷിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അല്ലേ. ആ ഒരു മൊമെന്റിൽ അത്രയും ലൈറ്റ് എനർജി അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കും, എന്ത് ഡിവൈസ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? അതും കപ്പാസിറ്റർ തന്നെയാണ്. അപ്പോൾ കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ. ഓക്കെ, ഫാനിൻ്റെ കേസിലും കപ്പാസിറ്റേഴ്സ് എന്തിനു തന്നെയാണ്? എനർജി സ്റ്റോർ ചെയ്യാൻ. കോമൺ ആയിട്ട് പറഞ്ഞാൽ കപ്പാസിറ്റേഴ്സ് എന്തിനാണ്? എനർജി സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പലതരം കപ്പാസിറ്ററുകളുണ്ട്. ഓക്കെ, പേപ്പർ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കപ്പാസിറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഓരോ പേർപ്പസ് അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റേഴ്സ് ക്ലിയർ ആയല്ലോ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. 2 കണ്ടക്ടേഴ്സ്, അതിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. എന്തിനാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ്? യൂസസ് ആണ്. കപ്പാസിറ്ററിൻ്റെ യൂസസ് നമുക്കറിയാം, എനർജി സ്റ്റോർ ചെയ്യാനാണ്. നമ്മൾ എവിടെയൊക്കെയാണ് കാണാറത്? ഓൾറെഡി നമ്മൾ ഒരു ക്യാമറയുടെയും ഫാനിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇമേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അതല്ലാതെ റേഡിയോ സർക്യൂട്ട്സ് ട്യൂൺ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? കപ്പാസിറ്റേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻസ്, പവർ സപ്ലൈയിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ആരാ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്? കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ എൻജിൻസ്, ഓക്കെ, അതിൻ്റെ ഇഗ്നീഷൻ സിസ്റ്റംസ്, അതിലെന്തുണ്ടാവാറുണ്ട്? സ്പാർക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും നമ്മൾ ആരെ ഹെൽപ്പ് എടുക്കാറുണ്ട്? കപ്പാസിറ്റേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കാറുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരുപാടധികം യൂസസ് കപ്പാസിറ്ററിന് നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ യൂസസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സാമിന് എഴുതാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, ചാർജ് സ്റ്റോർ ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, 2 കണ്ടക്ടേഴ്സ് നമ്മൾ എടുത്തു, അവരെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അവരിലുള്ള ചാർജ് എന്ന് പറയുന്നത് പ്ലസ് ക്യൂവും അതുപോലെ തന്നെ മൈനസ് ക്യൂ ആണ്. അവരുടെ പൊട്ടൻഷ്യൽ V1ഉം V2 ആണ്. ഇനി ഓരോ പ്ലേറ്റിലുള്ള ചാർജ്, എമൗണ്ട് ഓഫ് ചാർജ് നമുക്ക് പറയാം, ദ എമൗണ്ട് ഓഫ് ചാർജ് ഓൺ ഈച്ച് പ്ലേറ്റ്. ഓക്കെ, അത് നമുക്കൊന്ന് എഴുതാം. എമൗണ്ട് ഓഫ് ചാർജ് ഓൺ ഈച്ച് പ്ലേറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനായിരിക്കും? എമൗണ്ട് ഓഫ് ചാർജ് ഓൺ ഈച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഈച്ച് പ്ലേറ്റ്. അപ്പോൾ Q പ്രൊപ്പോർഷണൽ ടു V1 മൈനസ് V2 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റിനെ മാറ്റാൻ നമുക്ക് എന്ത് എഴുതാം? Q ഇസ് ഈക്വൽ ടു V മൈനസ് V2നെ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്യാം. V മൈനസ് V2 എന്ത് ചെയ്യാം? V മൈനസ് V2നെ നമുക്ക് V ആയിട്ടൊന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ V മൈനസ് V2നെ V ആയിട്ട് എഴുതി കഴിയുമ്പോഴത്തേനും Q പ്രൊപ്പോർഷണൽ ടു V എന്ന് എഴുതാം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് അവിടെ വരുന്ന കോൺസ്റ്റന്റ് ആരാണ്? C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. ഓക്കെ, Q ഇസ് ഈക്വൽ ടു CV എന്നുള്ള എക്സ്പ്രഷൻ ക്ലിയർ ആയല്ലോ. ഇനി സിയുടെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? C ഇസ് ഈക്വൽ ടു, ഓക്കെ, നമ്മൾ എവിടെയാണ് എത്തിയത്? Q is equal to CV. അപ്പോൾ C is equal to Q by V എന്നതാണ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള എക്സ്പ്രഷൻ. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാരഡ് ആണ് കേട്ടോ. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ്. ഇതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ F കൊണ്ടാണ് നമ്മൾ ആ ഒരു യൂണിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എന്തിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്? ആ യൂണിറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ നമുക്ക് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ആസ് ദി എമൗണ്ട് ഓഫ് ചാർജ്. എത്ര എമൗണ്ട് ഓഫ് ചാർജ് കൊടുത്താലാണ് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ 1 വോൾട്ട് ആയിട്ട് റേസ് ചെയ്യാൻ പറ്റുക, ആ എമൗണ്ട് ഓഫ് ചാർജ്. ഓക്കെ, ആ ഒരു എമൗണ്ട് ഓഫ് ചാർജിനെ നമ്മൾ എന്തെന്ന് വിളിക്കും?
കപ്പാസിറ്റൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ may be defined as amount of charge required to raise the potential difference between two plates by 1 volt. ഓക്കെ, 1 വോൾട്ട് ആണ് അല്ലേ? V1 ആകണം. V1 വോൾട്ട് ആവണമെങ്കിൽ ഫോർമുല നമുക്കറിയാലോ. എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? C is equal to Q by V എന്നതാണ് അല്ലേ? അതിൽ ഈ ഒരു V1 ആയി കഴിഞ്ഞാൽ C എന്താവും? Q ആവും. അപ്പോൾ ഒരു എമൗണ്ട് ഓഫ് ചാർജ് തന്നെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. എന്തിനാണ്? ആ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ 1 വോൾട്ടിലേക്ക് റേസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് കപ്പാസിറ്റൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക. ഇനി V1 ആയെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസ് 1 ഫാരഡ് ആവണമെങ്കിൽ എന്താവണം? Qക്കും Vക്കും 1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് 1 ഫാരഡ്, ദാറ്റ് ഈസ് 1 ഫാരഡ് is equal to ചാർജ് എത്രയായിരിക്കണം? 1 കുളോം. 1 കുളോം ബൈ 1 വോൾട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററിൻ്റെ എക്സ്പ്രഷൻ, കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനും കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? Potential difference between two plates increases. When it increases, the electric field in between two plates increases. Okay, അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റിനുള്ള ഒരു മീഡിയത്തിന്, എയർ ആണെങ്കിൽ എയറിനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അയണൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജസിനെ ഈ ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ് ചെയ്യുന്നു. ചാർജസിനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴത്തേനും അത് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഇറ്റ് ആക്സിലറേറ്റ് ചാർജസ് ടു ഓപ്പോസിറ്റ് ചാർജ് പ്ലേറ്റ്സ്. ഇവിടെയുള്ള ചാർജസ് അങ്ങോട്ടും അവിടെ നിന്നുള്ള ചാർജസ് ഇങ്ങോട്ടും ഒക്കെ വന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ അവർ ന്യൂട്രലൈസ്ഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ന്യൂട്രലൈസ് ദി ചാർജ് ഓൺ ദി പ്ലേറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ. എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നത് മൂലം അത് അവിടെയുള്ള ആ ഒരു മീഡിയത്തിനെ അയണൈസ് ചെയ്യുന്നത് വഴി ചാർജസിനെ ആക്സിലറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പ്ലേറ്റ്സിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. അതുവഴി അവിടെ ന്യൂട്രലൈസേഷൻ നടക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടേമും കൂടി പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്താണെന്നാണ്. നോക്കാം. ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ ഇലക്ട്രിക് മീഡിയത്തിന്, ഓക്കെ, കപ്പാസിറ്ററിൻ്റെ ഇടയിൽ എന്താണ്? അവിടെ ഒരു ഇൻസുലേറ്റർ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയത്തിന് എത്ര മാത്രം ഇലക്ട്രിക് ഫീൽഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുമോ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ബ്രേക്ക് ഡൗൺ ഇല്ലാതെ. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തിന് ശേഷം അവിടെ ന്യൂട്രലൈസേഷൻ നടക്കും അല്ലേ? അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ആ ബ്രേക്ക് ഡൗൺ ഇല്ലാതെ മാക്സിമം എത്ര ഇലക്ട്രിക് ഫീൽഡിനെ വരെ ഈ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയത്തിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാവോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്. ക്ലിയർ ആണല്ലോ? ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്തും ഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ എന്ന ടേംസ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്നാണ്. ഓക്കെ, പേര് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ്? 2 പ്ലേറ്റ്സ് ഉണ്ട്. ഒരെണ്ണം P1ഉം ഒരെണ്ണം P2ഉം. ഒരെണ്ണത്തിലുള്ള ചാർജാണ് +Q, അടുത്തതിലുള്ളതാണ് -Q. ഓക്കെ, ഇവരാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ 2 കണ്ടക്ടിങ് പ്ലേറ്റ്സ് P1 and P2 സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് d കോൺസ്റ്റിറ്റ്യൂട്ട് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. P1 ചാർജ് ചെയ്തിരിക്കുന്നത് എന്താണ്? +Qയിലേക്കും P2 ചാർജ് ചെയ്തിരിക്കുന്നത് -Qയിലേക്കുമാണ്. P2 എന്ത് ചെയ്തിട്ടുണ്ട്? എർത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഇൻഡ്യൂസ് ആയപ്പെട്ട ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. P2വിൻ്റെ ഉള്ളിൽ P1ൻ്റെ ആ ഒരു ഉൾഭാഗത്തേക്ക് ഇൻഡ്യൂസ് ആയ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇനി ഏരിയ നമുക്കിവിടെ എഴുതാം. പ്ലേറ്റിൻ്റെ ഏരിയ ഓഫ് ദി പ്ലേറ്റ് എത്രയാണ്? ഏരിയ ഓഫ് ദി പ്ലേറ്റ് എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇസ് ഈക്വൽ ടു A. അതിൻ്റെ അവിടുത്തെ ആ ഒരു സർഫസ് ചാർജ് എന്ന് പറഞ്ഞാൽ സിഗ്മ കൊണ്ട് എഴുതാം. അപ്പോൾ Qവിനെ നമുക്ക് എങ്ങനെ എഴുതാം? Q ഇസ് ഈക്വൽ ടു സിഗ്മ A എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു ചാർജ്ഡ് പ്ലെയിൻ ചാർജ് ഷീറ്റാണ് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്
at a point very close to the plane charge sheet. എന്താണ്? Electric field at a point very close. Electric field at a point very close to the plane charged sheet എന്ന് പറയുന്നത് എന്താണ്? പ്ലെയിൻ ചാർജ് ഷീറ്റ് E is equal to നമുക്ക് എന്ത് പറയാം? E is equal to sigma by 2 epsilon 0 എന്ന് പറയാം അല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് അപ്പുറത്ത് എഴുതാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇൻഡിവിജ്വൽ പ്ലേറ്റ്സ് കാരണം ആ ഒരു പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇത് ആഡ് ചെയ്താൽ മതി. കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് രണ്ടിൻ്റെയും സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് which is equal to sigma by 2 epsilon 0 plus sigma by 2 epsilon 0. എന്താ ആൻസർ കിട്ടുന്നത്? which is equal to sigma by epsilon 0. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമുക്ക് കിട്ടി. ഇനി പൊട്ടൻഷ്യലിലേക്ക് റിലേറ്റ് ചെയ്യണം. ആ ഒരു ഫോർമുലയിലേക്ക് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനിലേക്ക് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ്? V is equal to ED എന്നതാണ്. സോ V is equal to sigma by epsilon 0 into D അല്ലേ? C എന്താണ്? കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ C is equal to C is equal to Q by V അല്ലേ? അപ്പോൾ Q നമുക്ക് സിഗ്മ എ എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ V എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 D എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ സിഗ്മ ആൻഡ് സിഗ്മ ക്യാൻസൽസ് എവേ. ഓക്കെ, സിഗ്മ ആൻഡ് സിഗ്മ ക്യാൻസൽ എവേ ആകുമ്പോഴത്തേനും നമുക്ക് എഴുതാം എപ്സിലോൺ 0 A ബൈ D എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ ആണ്. എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ? C is equal to epsilon 0 A by D എന്നതാണ് ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന് ഡൈ ഇലക്ട്രിക് എങ്ങനെയാണ് കപ്പാസിറ്റൻസ് വാല്യൂവിന് ഡൈ ഇലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈലക്ട്രിക് സ്ലാബോ മറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇഫക്റ്റ് ഓഫ് ഡൈ ഇലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ്. ഓക്കെ, കപ്പാസിറ്റർ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആണ്. അതിൻ്റെ ആ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് സിഗ്മയും മൈനസ് സിഗ്മയും ആണ്. ഓക്കെ, അതിൻ്റെ ഏരിയ എ ആണ്, ചാർജ് ഡെൻസിറ്റീസ് പ്ലസ് സിഗ്മ ആൻഡ് മൈനസ് സിഗ്മ. ഡി ആണ് അതിൻ്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ്. ഇനി ഒരു ഡൈ ഇലക്ട്രിക് സ്ലാബ് നമ്മൾ ഇവിടെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതാണ് ഡൈ ഇലക്ട്രിക് സ്ലാബ്. ഓക്കെ, അത് കാരണം അവിടെ എന്തുണ്ട്? അതിനൊരു പോളറൈസേഷൻ അണ്ടർഗോ ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ആ പോളറൈസ്ഡ് ആയിട്ടുള്ള ചാർജ് ഡെൻസിറ്റീസ് ആണ് എന്ത്? പ്ലസ് സിഗ്മ പിയും മൈനസ് സിഗ്മ പിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എഴുതാം. അവിടെ നമുക്ക് ആദ്യമേ എന്താ കാണാനുള്ളത്? അവിടുത്തെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്തായി മാറുന്നു? ഇത്തരത്തിലൊരു ഡൈഇലക്ട്രിക് സ്ലാബ് വരുന്നത് കാരണം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്തരത്തിലായിട്ട് മാറുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഗോയിങ് ടു ബി സിഗ്മ ബൈ കെ എപ്സിലോൺ 0. കെ എന്ന് പറയുന്നത് ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ്. ഓക്കെ, സിഗ്മ ബൈ കെ എപ്സിലോൺ 0. ഇനി നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? V is equal to ED. ഓക്കെ, V is equal to സിഗ്മ ബൈ കെ എപ്സിലോൺ 0 D എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷനിലേക്ക് എത്തിക്കാൻ C is equal to Q by V എന്നതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ C is equal to നമുക്ക് എന്താ കിട്ടുന്നത്? ഇതിനെ നമുക്ക് എഴുതാം സിഗ്മ A ബൈ സിഗ്മ ബൈ കെ എപ്സിലോൺ 0 D. സിഗ്മ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ C is equal to കെ എപ്സിലോൺ 0 A ബൈ D എന്നതാണ് ഈ ഒരു കേസിൽ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ. എപ്പോഴാണ് ഒരു ഡൈ ഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറുന്നു? ആ ഡൈ ഇലക്ട്രിക് ടൈംസ് ആയിട്ട് മാറുന്നു. അത്രയും ടൈംസ് അത് എന്ത് ചെയ്യുന്നതായിട്ട് കാരണം സാധാരണ കേസിൽ എപ്സിലോൺ 0 A ബൈ D ആണെങ്കിൽ കെ ടൈംസ് അത് ഇവിടെ ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാം അല്ലേ? അപ്പോൾ അതിനൊരു നല്ല എഫക്റ്റ് ആണ് അവിടെ ഉള്ളത്. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഫംഗ്ഷനാണ് ആര് ചെയ്യുന്നത്? ആ ഒരു ഡൈ ഇലക്ട്രിക് കപ്പാസിറ്റൻസ് മേൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ C is equal to കെ എപ്സിലോൺ 0 A ബൈ D. ഇനി അടുത്തത്
കപ്പാസിറ്റൻസ് എന്താ ചെയ്യുന്നത്? വിൽ ഇൻക്രീസ് ഇഫ് ദർ ഇസ് എ ഡൈഇലക്ട്രിക് മീഡിയം ഇൻ ബിറ്റ്വീൻ ദി പാരലൽ പ്ലേറ്റ്സ്. നമ്മളിപ്പോൾ കണ്ടതാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഈ ഒരു ഡൈഇലക്ട്രിക് കാരണം, ഇൻസുലേറ്റർ ആണ് ഇടയിൽ വെച്ചിരിക്കുന്നത് അല്ലേ, ഇൻസുലേറ്റർ കാരണം അവിടെ ഡൈഇലക്ട്രിക് കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ടോട്ടൽ ചാർജ് ഓൺ പ്ലേറ്റിലുള്ള ചാർജ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യപ്പെടുന്നു? റെഡ്യൂസ്ഡ് ആവുന്നു. ഓക്കെ, ഇറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് റെഡ്യൂസ്ഡ് അക്രോസ് ദി കപ്പാസിറ്റർ പ്ലേറ്റ്സ്. ഇൻ ദിസ് വേ ഡൈഇലക്ട്രിക് ഇൻക്രീസസ് ദി കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. മനസ്സിലായല്ലോ? നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടു പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോഴത്തേന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് റെഡ്യൂസ് ആയിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ആവുന്നുണ്ട് അല്ലേ. ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഡൈഇലക്ട്രിക് കപ്പാസിറ്റൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക്കിൻ്റെ ഇഫക്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി പറയാൻ പോകുന്നത് പാർഷ്യലിയെ ഫില്ല് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഭാഗം ആ കപ്പാസിറ്ററിൻ്റെ ഇടയിൽ കുറച്ച് ഭാഗം വരുന്നത് എയർ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എങ്ങനെയാണ് കപ്പാസിറ്റൻസ് വാല്യൂക്ക് വ്യത്യാസം വരുന്നത് നമുക്ക് കാണാം. നോക്കിക്കേ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഫിൽഡ് പാർഷ്യലി, ഓക്കെ, പാർഷ്യലി വിത്ത് എ ഡൈഇലക്ട്രിക് സ്ലാബ്. അപ്പോൾ എപ്സിലോൺ ആർ എന്ന് പറയുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ള ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ആണ് നമ്മൾ ആ പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് C is equal to epsilon 0 A into D minus T plus T by epsilon R. എന്താണ് D എന്നുള്ളതാണ് അത് പറയാം കേട്ടോ. ഈ ഒരു ഇമേജ് കണ്ടു കഴിയുമ്പോഴത്തേനും അത് നിങ്ങൾക്ക് ക്ലിയർ ആകും. നോക്കിക്കേ, ഇതാണ് കപ്പാസിറ്റർ പ്ലേറ്റ്സ്. പ്ലസ് സിഗ്മയും മൈനസ് സിഗ്മയും ആണ് അവിടുത്തെ ചാർജ് ഡെൻസിറ്റി. ടി ആണ് ഡൈഇലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ്. എന്നാൽ ആ ഡൈഇലക്ട്രിക് സ്ലാബ് മാത്രമല്ല ആ കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിലുള്ളത്, പിന്നെയോ എയർ എന്ന് പറയുന്ന മീഡിയവും കൂടി അവിടെയുണ്ട്. പാർഷ്യലി ഫിൽഡ് എന്നാണ് നമുക്ക് ഇതിനെ പറയാൻ സാധിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ തിക്നെസ് ആ ഒരു സെപ്പറേഷൻ ഡിസ്റ്റൻസിനേക്കാളും കുറവാണ്. ടി ലെസ് ദാൻ ഡി ആണ്. ഇത് തന്നെയാണ് നമ്മൾ ടൈറ്റിലിൽ കണ്ട ആ ഒരു കണ്ടീഷനും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേനും ടി എന്നുള്ള ടേം എങ്ങനെ വന്നു എന്നുള്ളത് ക്ലിയർ ആയല്ലോ. ടി ആണ് ഡൈഇലക്ട്രിക്കിൻ്റെ തിക്നെസ്. ഓക്കെ, എന്നിട്ട് ഇത്തരത്തിലാണ് എക്സ്പ്രഷൻ വരിക. ഓക്കെ, അപ്പോൾ എന്തിനാ സി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്ലേറ്റിൻ്റെ ഏരിയനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡൈഇലക്ട്രിക്കിൻ്റെ തിക്നെസ് ഒക്കെ വരുന്നത് ഡിനോമിനേറ്ററിൻ്റെ ടേംസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഡൈഇലക്ട്രിക്കിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് എത്തരത്തിൽ വേണമെങ്കിലും ന്യൂമറിക്കൽ ചോദിക്കാം. ഇതെപ്പോഴാണ് ഡൈഇലക്ട്രിക് സ്ലാബ് പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള കേസിലാണ് നമുക്ക് ഈ കപ്പാസിറ്റൻസിൻ്റെ എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള കപ്പാസിറ്റൻസ് വാല്യൂ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ല, അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റർ പ്ലേറ്റ്സ് ക്യാൻ ബി കെപ്റ്റ് ക്ലോസ് ടു ഈച്ച് അതർ വിത്തൗട്ട് ടച്ചിങ്. ഓക്കെ, അപ്പോൾ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ഇത്തരത്തിലാണ് കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഇരിക്കുന്നത് എങ്കിൽ, ഓക്കെ, നമ്മൾ ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്ലേറ്റ്സ് തമ്മിൽ ടച്ച് ചെയ്യരുതല്ലോ. അത് ടച്ച് ചെയ്യിക്കാതെ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് നമുക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് ടച്ച് ചെയ്യാതിരുന്നോളും പ്ലേറ്റ്സ് തമ്മിൽ. ഇനി ആ ഡൈഇലക്ട്രിക്കിൻ്റെ തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ദ കപ്പാസിറ്റൻസ് ഇസ് ഇൻക്രീസ്ഡ്. ഓക്കെ, സ്മോൾ തിക്നെസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നല്ലത്. കപ്പാസിറ്റൻസ് എക്സ്പ്രഷൻ എന്താണ്? സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A by T എന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, ഡി ഡിനോമിനേറ്ററിലാണ്. ഡി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഡി ഡിക്രീസസിന് ഇങ്ങനൊരു ആരോ ഉപയോഗിക്കുവാണ്. ഡി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചെറിയ തിക്നെസ് ഉള്ള ഡൈഇലക്ട്രിക് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനിയോ സ്പാർക്കിങ്, പ്ലേറ്റിൻ്റെ ഇടയിലുള്ള സ്പാർക്കിങ് പറഞ്ഞല്ലോ, അവർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ സ്പാർക്കിങ് അവോയ്ഡ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ഡൈഇലക്ട്രിക് സ്ലാബ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ.